വെൽക്കം ടു മനോരമ ഹൊറൈസൺ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ആണ്. ഓക്കെ, ഇതിന് മുമ്പ് ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏരിയ ഓഫ് സം സ്പെഷ്യൽ ക്വാഡ്രിലാറ്ററൽസ്, അതായത് റെക്ടാംഗിൾ, സ്ക്വയർ, പാരലോഗ്രാം, റോംബസ്, ട്രപ്പീസിയം, ഇതിന്റെയൊക്കെ ഏരിയ എന്താണെന്ന് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അതെന്താണെന്നൂടെ നമ്മൾ റീകോൾ ചെയ്യും. അതുകൂടാതെ ജനറൽ ക്വാഡ്രിലാറ്ററൽസിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏരിയ ഓഫ് എ റെക്ടാംഗിൾ. ഇപ്പൊ തന്നിരിക്കുന്ന ഇവിടെ ഒരു റെക്ടാംഗിൾ കാണുന്നുണ്ടല്ലോ, റെക്ടാംഗിൾ. ഇതിന്റെ ഈ ലെങ്ത്, ഒരു സൈഡ് ലെങ്ത് എൽ എന്നും ബ്രെഡ്ത്ത് ബി എന്നും എടുത്താൽ ഇതിന്റെ ഏരിയ എന്താണ്? ഏരിയ ഫോർമുല എന്താ? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെ? റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അത് സ്ക്വയർ ആയാലോ? സ്ക്വയർ, ഈ സ്ക്വയറിന്റെ ഒരു സൈഡ് എ എന്ന് എടുക്കുകയാണെങ്കിൽ ഈ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എന്താണ് സ്ക്വയറിന്റെ ഏരിയ? എ സ്ക്വയേർഡ് അല്ലെ? എ സ്ക്വയേർഡ്. അപ്പൊ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എ സ്ക്വയേർഡ്. അതിന്റെ സൈഡ് എ ആണെങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് എ സ്ക്വയർഡ് ആയിരിക്കും. ഇനി ഒരു ഫോർമുല കൂടെ ഉണ്ടല്ലോ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി. എന്താ അത്? ഓർക്കുന്നുണ്ടോ? എന്താണ്? ഡയഗണൽ ഒക്കെ വെച്ച്. ഈ സ്ക്വയറിന്റെ ഡയഗണലിന്റെ പ്രത്യേകത എന്താ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. നമ്മളത് പഠിച്ചിട്ടുള്ളതല്ലേ സ്ക്വയറിന്റെ ഡയഗണലിന്റെ പ്രത്യേകത. ഞാൻ ഈ സ്ക്വയറിന് 2 ഡയഗണൽ വരയ്ക്കുക. ഇതിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. ഞാൻ ഈ വരയ്ക്കുമ്പം ചെറിയ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഈ സ്ക്വയറിന് ഡയഗണൽ വരച്ചു. എന്താ ഈ സ്ക്വയറിന്റെ ഡയഗണലിന്റെ പ്രത്യേകത? ഈ 2 ഡയഗണലും ഈക്വൽ ആയിരിക്കും അല്ലെ? ഈ സ്ക്വയറിന്റെ ഈ 2 ഡയഗണലും ഈക്വൽ ആയിരിക്കും. അതുകൂടാതെ ഡയഗണല് പെർപെൻഡിക്കുലറും ആയിരിക്കും. അതായത് ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും അല്ലെ? അപ്പം ഈ ഡയഗണൽ വെച്ച് ഈ സ്ക്വയറിന് ഒരു ഏരിയ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല ഉണ്ടല്ലോ. ഈ ഡയഗണലിനെ ഞാൻ ഡി എന്ന് റെപ്രസെന്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഡയഗണൽ വെച്ചുള്ള സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഓർക്കുന്നുണ്ടോ? ഹാഫ് ഇൻറ്റു ഡി സ്ക്വയേർഡ് അല്ലെ? ഈ ഡയഗണലിന്റെ സ്ക്വയറിന്റെ പകുതി അല്ലെ? അതല്ലേ ഹാഫ് ഇൻറ്റു ഡി സ്ക്വയേർഡ്. അടുത്തത് എന്താണ്? ഇത് ഏതാണ് രൂപം? ഈ രൂപം എന്താണ്? ഇതൊരു പാരലോഗ്രാം ആണോ? അതെ, ഇതൊന്നിരിക്കുന്ന ഒരു പാരലോഗ്രാം ആണ്. ഈ പാരലോഗ്രാമിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ഒന്നാലോചിച്ച്. പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എന്താ? നമ്മൾ പഠിച്ച ഫോർമുല എന്തൊക്കെ വേണം? പാരലോഗ്രാമിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ബേസ് ഞാൻ ബി എന്ന് എടുത്തു. പിന്നെ എന്താ വേണ്ടേ? ഇതിന്റെ ഹൈറ്റ് വേണം അല്ലെ? ഞാന് ഇതിന്റെ ഹൈറ്റ്, പാരലോഗ്രാമിന്റെ ഹൈറ്റ് എവിടെ ഏതാണ്? ഇതാണ് പാരലോഗ്രാമിന്റെ ഹൈറ്റ് ഞാൻ എച്ച് എന്നും എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എന്താ ഫോർമുല? ബി എച്ച് അല്ലെ? ബി ഇൻറ്റു എച്ച്. അതല്ലേ പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല? ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഞാൻ ഒന്നുകൂടെ റീകോൾ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിച്ചേ? റോംബസിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? ഈ റോംബസിന്റെ പ്രത്യേകത എന്താ? റോംബസിന്റെ ഡയഗണൽസ്, ഇതിന്റെ ഡയഗണലിന്റെ പ്രത്യേകത എന്താ? ഞാൻ ഇതിന് 2 ഡയഗണൽ വരച്ചു. റോംബസിന്റെ ഡയഗണലിന്റെ പ്രത്യേകത എന്നാ? ഡയഗണൽസ് പെർപെൻഡിക്കുലർ ആണ് അല്ലെ? അപ്പൊ ഞാൻ ഈ ഡയഗണലിന് D1 എന്നും ഇതിന് D2 എന്നും പേര് കൊടുത്തു. ഓക്കെ, ഡയഗണൽസ് D1 ആൻഡ് D2. അപ്പൊ ആണെങ്കിൽ ഏരിയ ഓഫ് റോംബസ് എന്താണ്? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല റോംബസിന്റെ ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2 അല്ലെ? ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2 അല്ലേ? D1 എന്ന് പറഞ്ഞാൽ എന്താണ്? D1 ഉം D2 എന്ന് പറഞ്ഞാൽ ഡയഗണൽസ് ആണ്, ഡയഗണൽസിന്റെ ലെങ്ത് ആണ്. അപ്പം ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2 അതല്ലേ ഏരിയ ഓഫ് റോംബസ് എന്ന് പറയുന്നത്? അതെ. അപ്പൊ ഇങ്ങോട്ട് വന്ന് ട്രപ്പീസിയത്തിലോട്ട് വന്നാലോ? ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? അത് നമ്മൾ പഠിച്ചതാ. ഞാൻ ഇതിന്റെ ട്രപ്പീസിന് എന്തൊക്കെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും അല്ലേ? അതെ. അപ്പൊ ഞാൻ ഈ പാരലൽ ആയിട്ടുള്ള സൈഡിന് ഞാൻ താഴത്തെ ഈ സൈഡിന് എ എന്നും മുകളിലത്തെ സൈഡിന് ബി എന്നും പേര് കൊടുത്തു. ഓക്കെ, അതിന്റെ ലെങ്ത് എയും ബിയും ആയിട്ട് എടുത്താൽ ഇതിന്റെ ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് ഇത് ഇവിടം തൊട്ട്
താഴത്തെ സൈഡ് വരെയുള്ള ലെങ്ത് അല്ല അതിന്റെ ഹൈറ്റ് ഞാൻ h എന്നും എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ട്രപ്പീസിയത്തിന്റെ ഏരിയ എന്താണ്? ഹാഫ് ഇൻറ്റു h ഇൻറ്റു a പ്ലസ് ബി ഇത് നമ്മൾ പഠിച്ചില്ലേ? ഹാഫ് h ഇൻറ്റു a പ്ലസ് ബി ഇത് നമ്മൾ പഠിച്ചല്ലേ? അതെ. അപ്പം ഇത്രയും ക്വാഡ്രിലാറ്ററൽ ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞ എന്താണ്? സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽസ് ആണ് അല്ലെ? അതില് ഏതൊക്കെയാ വരുന്നത്? റെക്ടാംഗിള്, സ്ക്വയർ, പാരലോഗ്രാം, റോംബസ്, ട്രപ്പീസിയം അല്ലെ? ഇതിന്റെ എല്ലാ ഏരിയ കണ്ടുപിടിക്കുന്നത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഒന്ന് റീകോൾ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനറൽ ആയിട്ടൊരു ക്വാഡ്രിലാറ്ററിന്റെ, അത് ക്വാഡ്രിലാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 സൈഡ്സും 4 ആംഗിളും ഉള്ളത് അല്ലെ? അതെ. അപ്പം ഈ തന്നിരിക്കുന്ന രൂപത്തിൽ ഒന്നും പെടാത്ത ഒരു ക്വാഡ്രിലാറ്ററലാണ് നമുക്ക് തരുന്നതെങ്കിൽ അതിന്റെ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് ഈ രീതിയിലുള്ള ഒരു ക്വാഡ്രിലാറ്റർ ആണെന്ന് വിചാരിച്ചു. ഈ രീതിയിലുള്ള ക്വാഡ്രിലാറ്ററൽ, ഈ ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ എങ്ങനെ നമുക്ക്, ഇതൊരു സ്ക്വയർ ആണോ? അല്ല. ഒരു റെക്ടാംഗിൾ ആണോ? അതുമല്ല. ഒരു റോംബസ് ആണോ? അതുമല്ല. പിന്നെ എന്താ, ഒരു പാരലോഗ്രാം ആണോ നമുക്ക് പറയാൻ പറ്റുമോ? അതും പറയാൻ പറ്റില്ല. ട്രപ്പീസിയോ എന്ന് പറയാൻ പറ്റുമോ? അതും ഇല്ല. അപ്പം ഈ രീതിയിലുള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പാരലോഗ്രാമിൽ പെടാത്ത, ഈ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ക്വാഡ്രിലാറ്ററൽസിൽ പെടാത്ത ഇതുപോലുള്ള ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഈ തന്നിരിക്കുന്ന ഈ ക്വാഡ്രിലാറ്ററലിന് ഞാനൊരു ഡയഗണൽ വരയ്ക്കുകയാണ്. ഞാൻ തന്നിരിക്കുന്ന ഒരു ക്വാഡ്രിലാറ്ററലിന് ഞാനൊരു ഡയഗണൽ വരച്ചത് ചെറിയതായിട്ടൊരു പ്രശ്നം പറ്റി. നമുക്കൊന്നുകൂടെ വരയ്ക്കാം. തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററലിന് ഞാൻ ഒരു ഡയഗണൽ വരച്ചു. ഡയഗണൽ വരച്ചപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചേ? ഈ ക്വാഡ്രിലാറ്ററലിനെ 2 ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു അല്ലെ? ഈ ഡയഗണല് ഈ ക്വാഡ്രിലാറ്ററിനെ 2 ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ക്ലിയർ ആയില്ലേ? ഒരു ക്വാഡ്രിലാറ്റർ തന്നിട്ടുണ്ടായിരുന്നു. ആ ക്വാഡ്രിലാറ്ററിന് ഞാൻ ഒരു ഡയഗണൽ വരച്ചു. ഡയഗണൽ വരച്ചപ്പോൾ ആ ക്വാഡ്രിലാറ്ററിലെ 2 ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ആയി. മുകളിലത്തെ ഇതൊരു ട്രയാങ്കിൾ ആണ്, ഇതൊരു ട്രയാങ്കിൾ ആണ്. അങ്ങനെ 2 ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഞാൻ ഇതിന്റെ ഹൈറ്റ്, ഈ ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ ഇതിന്റെ ഈ ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്താ ഇനി ചെയ്യേണ്ടത്? ഈ 2 ട്രയാങ്കിളിന്റെ ഏരിയയും കൂടെ കണ്ടുപിടിച്ചിട്ട് അത് ആഡ് ചെയ്താൽ മതി അല്ലേ? അതെ. അപ്പൊ ഈ ക്വാഡ്രിലാറ്ററിനെ നമ്മൾ 2 ഡയഗണൽ വെച്ച് 2 ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് ഈ 2 ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ച് അത് ആഡ് ചെയ്താൽ നമുക്ക് ഈ ഒറ്റ വലിയ ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എന്താ നമ്മൾ പഠിച്ചേ? ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്നാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ എന്താണ്? ഹാഫ് ബി എച്ച് അല്ലേ? ഹാഫ് ബി എച്ച്, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ? അപ്പൊ ഇവിടെ ബേസ് നമുക്ക് മുകളിലത്തെ ട്രയാങ്കിൾ, ഇനി ഇതിനകത്ത് ഈ മുകളിലത്തെ ഈ ട്രയാങ്കിൾ ഒന്ന് കൺസിഡർ ചെയ്തേ. അതിലെ ബേസ് ഏതാ? ബേസ് ആണ് നമ്മൾ വരച്ച ഈ ഡയഗണല്. ഇതിന്റെ ഹൈറ്റ് ഉണ്ടോ? ഹൈറ്റ് തന്നിട്ടില്ല. അപ്പൊ ഞാൻ ഈ താഴത്തെ ഈ ബേസിനെ ഞാൻ ബി എന്ന് എടുത്തു, അല്ലെങ്കിൽ ഞാൻ ഈ ഡയഗണലിനെ ഞാൻ ഡി എന്ന് എടുത്തു. ഈ ഡയഗണൽ ആണല്ലോ ഇതിന്റെ ബേസ്. അതെ. ഇനി നമ്മൾ ഇതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഈ ഹൈറ്റ്, മുകളിലത്തെ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഇതാണ്, അതിനെ ഞാൻ h1 എന്ന് കൊടുത്തു. താഴത്തെ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഞാൻ h2 എന്നും കൊടുത്തു. ഇനി നമുക്ക് മുകളിലത്തെ ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഏരിയ ഓഫ് ഫസ്റ്റ് ട്രയാങ്കിൾ എന്താണ്? ഹാഫ് ഇൻറ്റു ബി, ബേസ് ഏതാ? ഇവിടെ ഡി. ഹാഫ് ഇൻറ്റു ഡി ഇൻറ്റു ഹൈറ്റ് ഇവിടെ ഏതാണ്? h1 അല്ലെ? ഹാഫ് ഇൻറ്റു ഡി ഇൻറ്റു h1. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് സെക്കൻഡ് ട്രയാങ്കിൾ എന്താണ്? ഓക്കെ, ഹാഫ് ഇൻറ്റു ബേസ് ഏതാണ് ഇവിടെ? സെക്കൻഡ് ട്രയാങ്കിളിന്റെ ഡി തന്നെയാണ് അല്ലെ? ഡി ആണ് അതിന്റെ ബേസ്. അപ്പൊ ഹാഫ് ഇൻറ്റു
ഡി ഇൻറ്റു ഹൈറ്റ് ഏതാണ് നമ്മളെടുത്തത്? സെക്കൻഡ് ട്രയാങ്കിളിന്റെ സെക്കൻഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ താഴത്തെ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഏതാണ് നമ്മൾ എടുത്തേക്കുന്നത്? H2. അപ്പം ഹാഫ് ഇൻറ്റു ഡി ഇൻറ്റു H2 അല്ലെ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഏരിയയും സെക്കൻഡ് ട്രയാങ്കിളിന്റെ ഏരിയയും നമ്മൾ ആഡ് ചെയ്താൽ എന്താ കിട്ടുമെന്ന് പറഞ്ഞേ? ഈ ഏരിയ ഓഫ് ഈ ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ കിട്ടുമെന്ന് പറഞ്ഞേ. അപ്പൊ നമുക്ക് നോക്കാം. ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഏരിയയും സെക്കൻഡ് ട്രയാങ്കിളിന്റെ ഏരിയയും ആഡ് ചെയ്താൽ മതി അല്ലെ? അപ്പം ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ്? ഹാഫ് ഇൻറ്റു ഡി ഇൻറ്റു H1 പ്ലസ് ഹാഫ് ഇൻറ്റു ഡി ഇൻറ്റു H2 അല്ലെ? അതാണ്. അപ്പം സെക്കൻഡ് ട്രയാങ്കിളിന്റെ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഏരിയയും സെക്കൻഡ് ട്രയാങ്കിളിന്റെ ഏരിയയും കൂടി ആഡ് ചെയ്താൽ നമുക്ക് ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ കിട്ടും. ഇനി ഇങ്ങോട്ട് നോക്കിയേ, ഹാഫ് ഇൻറ്റു ഡി ഇൻറ്റു H1 പ്ലസ് ഹാഫ് ഇൻറ്റു ഡി ഇൻറ്റു H2. ഇതിനകത്ത് കോമൺ ആയിട്ട് ഏതാ ടേം ഉള്ളത്? ഹാഫ് രണ്ടിനകത്തും കോമൺ ആ, അതുപോലെ തന്നെ ഡിയും രണ്ടിനകത്തും കോമൺ ആ. അപ്പൊ അത് രണ്ടും ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. അപ്പൊ എങ്ങനെ എഴുതും? ഹാഫ് ഇൻറ്റു ഡി ഇൻറ്റു, ഇനി ഇവിടെ എന്താ മിച്ചമുള്ളത്? H1 പ്ലസ് ഇവിടെ എന്താ മിച്ചമുള്ളത്? H2. ഇതാണ് ഏരിയ ഓഫ് എ ജനറൽ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഫോർമുല. എന്താണ്? ഹാഫ് ഇൻറ്റു ഡി ഇൻറ്റു H1 പ്ലസ് H2. ഹാഫ് ഇൻറ്റു ഡി ഇൻറ്റു H1 പ്ലസ് H2. അപ്പൊ ഈ ഫോർമുല ഓർത്തിരിക്കുക. ഏരിയ ഓഫ് എ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ഡി ഇൻറ്റു H1 പ്ലസ് H2 ആണ്. അപ്പൊ ഇന്ന് ഈ ചാപ്റ്ററിൽ കഴിഞ്ഞ സെക്ഷൻസിൽ പഠിച്ച ഫോർമുലേസും ഈ ഫോർമുലയും എല്ലാം ഓർത്തിരിക്കുക. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ ഇത് വെച്ച്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? ഏരിയ ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഈസ് ഹാഫ് ദ പ്രൊഡക്റ്റ് ഓഫ് എ ഡയഗണൽ ആൻഡ് ദ സം ഓഫ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ഓപ്പോസിറ്റ് വെർട്ടീസസ് ടു ദിസ് ഡയഗണൽ. അതല്ലേ നമ്മളിപ്പോ കണ്ടുപിടിച്ചത്? ഹാഫ് ഇൻറ്റു ഡി ഇൻറ്റു H1 പ്ലസ് H2. H1 പ്ലസ് H2 എന്ന് പറഞ്ഞാണ് സം ഓഫ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ ഓപ്പോസിറ്റ് വെർട്ടീസസ് ടു ദിസ് ഡയഗണൽ. ഡയഗണൽ എന്താണ്? ഡി ആണ് ഡയഗണൽ. അപ്പം ഹാഫ് ഇൻറ്റു ഡി ഇൻറ്റു H1 പ്ലസ് H2. അതല്ലേ ഈ പറഞ്ഞിരിക്കുന്നത്? ഏരിയ ഓഫ് എ ക്വാഡ്രിലാറ്ററൽ ഈസ് ഹാഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ഡയഗണൽ ആൻഡ് ദ സം ഓഫ് എന്ത് പറഞ്ഞാണ്? സം ഓഫ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസസ് ഫ്രം ദ ഓപ്പോസിറ്റ് വെർട്ടീസസ് ടു ദിസ് ഡയഗണൽ. അതല്ലേ ഈ പറഞ്ഞിരിക്കുന്നത്? അതല്ലേ നമ്മൾ കണ്ടുപിടിച്ച ഹാഫ് ഇൻറ്റു ഡി ഇൻറ്റു H1 പ്ലസ് H2. അപ്പൊ അത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇത് വെച്ചൊരു പ്രോബ്ലം ചെയ്താലോ? ചെയ്യാം. ഓക്കെ. ഇതിന്റെ തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ അറിയാം? തന്നിരിക്കുന്ന നോക്കി, തന്നിരിക്കുന്ന ഡയഗണൽ എത്രയാന്ന് തന്നിട്ടുണ്ട് അല്ലെ? ഡയഗണൽ എത്രയാണ്? ഇതാണ് ഡയഗണൽ അല്ലെ? ഡയഗണൽ 8 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. പിന്നെ H1 എത്രയാണ്? ആദ്യത്തെ ട്രയാങ്കിളിൽ അതിന്റെ ഹൈറ്റ് എത്രയാണ്? H1 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 4 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. H2 എത്രയാണ്? ഇത് 6 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളെ ഫോർമുല എന്താണ്? ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡി ഇൻറ്റു H1 പ്ലസ് H2. അപ്പൊ നമ്മുടെ വാല്യൂസ് അല്ലെ ഇതിനകത്തോട്ട് ഈ ഫോർമുലയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു ഡി എത്രയാണ്? 8 ഇൻറ്റു H1 പ്ലസ് H2 എത്രയാണ്? 6. 4 പ്ലസ് 6. അതായത് സോൾവ് ചെയ്താൽ ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 10. ഇത് എത്രയാണ് കിട്ടുന്നത്? നമുക്കിത് രണ്ട് രീതി ചെയ്യാം. ഒന്നെങ്കിൽ ക്യാൻസൽ ചെയ്ത് ചെയ്യാൻ അറിയാവുന്നവരെ ക്യാൻസൽ ചെയ്ത് ചെയ്യുക, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ പകുതി എടുക്കുക. 8 ഇൻറ്റു 10 എത്രയാണ്? 80. 80യുടെ പകുതി എത്രയാണ്? 80/2 40 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഈ തന്നിരിക്കുന്ന ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ. ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? പ്രൂവ് ദാറ്റ് ഫോർ എനി ക്വാഡ്രിലാറ്ററൽ വിത്ത് ഡയഗണൽസ് പെർപെൻഡിക്കുലർ ദ ഏരിയ ഈസ് ഹാഫ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഡയഗണൽസ്. എന്താണ്? ഏതൊരു ക്വാഡ്രിലാറ്ററലിലും
എന്താണ്? വിത്ത് ഡയഗണൽ പെർപെൻഡിക്കുലർ. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏത് ക്വാഡ്രിലാറ്ററലാണെങ്കിലും ഏരിയ എന്ന് പറയുന്നത് ആ ഡയഗണൽസിന്റെ പ്രൊഡക്റ്റിന്റെ ഹാഫ് ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതല്ലേ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഏതൊരു ക്വാഡ്രിലാറ്ററലും ഡയഗണൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏതൊരു ക്വാഡ്രിലാറ്ററലാണെങ്കിലും അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ആ ഡയഗണൽസിന്റെ പ്രൊഡക്റ്റിന്റെ പകുതിയാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഈ പറഞ്ഞ കണ്ടീഷനുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ ഞാനങ്ങ് വരച്ചു. ഇതാണ് ക്വാഡ്രിലാറ്ററൽ. തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററൽ ഇതാണ്. ഏതാണ്? ഞാൻ ഇതിനൊരു പേരും കൊടുക്കുകയാണ്. എ ബി സി ഡി. തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററിന് ഞാൻ ഒരു ABCD എന്ന് പേര് കൊടുത്തു. ഡയഗണൽസ് ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ്, ഡയഗണൽസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇതിന് O എന്നും കൊടുത്തു. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഇതിന്റെ ഡയഗണൽ ഏതൊക്കെയാണ്? AC ഒരു ഡയഗണലാണ്, BD ഒരു ഡയഗണലാണ്. ഇതിന്റെ പ്രൊഡക്റ്റിന്റെ ഹാഫ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, അല്ലേ? അപ്പൊ നമുക്ക് ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ട്രയാങ്കിൾ ADC കൺസിഡർ ചെയ്യാം. ഇപ്പൊ നമുക്ക് ഈ ട്രയാങ്കിൾ തന്നിരിക്കുന്നത് ഒരു ക്വാഡ്രിലാറ്ററലാണ്. ആ ക്വാഡ്രിലാറ്ററിനെ ഒരു ഡയഗണൽ വരച്ച് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എന്നിട്ട് അതിന്റെ ഹൈറ്റും നമുക്ക് ഇവിടെ തന്നിട്ടില്ല, നമുക്കിവിടെ പേരറിയാം, ഹൈറ്റ് എത്രയാണെന്ന് നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ട്രയാങ്കിൾ നമുക്ക് ഫസ്റ്റ് കൺസിഡർ ട്രയാങ്കിൾ ADC. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് BH അല്ലേ? ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ബേസ് എത്രയാണ്? ഹാഫ് ഇൻറ്റു ഇവിടെ ബേസ് ഏതാണ്? AC. ഹാഫ് ഇൻറ്റു AC ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? OD അല്ലേ ഹൈറ്റ്? ആ ട്രയാങ്കിളിലെ ഹൈറ്റ് വരുന്നത് OD എന്ന് പറയുന്ന ആ ലെങ്ത് അല്ലേ? അപ്പൊ ഹാഫ് ഇൻറ്റു AC ഇൻറ്റു OD. ഇതാണ് ട്രയാങ്കിൾ ADCയുടെ ഏരിയ. അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് നമുക്ക് എടുക്കാം. ഇനി കൺസിഡർ ട്രയാങ്കിൾ, താഴത്തെ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ ABC. ട്രയാങ്കിൾ ABC കൺസിഡർ ചെയ്താൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് BH അല്ലേ? ഹാഫ് BH. ഇവിടെ ഹാഫ് ഇൻറ്റു ബേസ് ഏതാണ്? AC അല്ലേ? ഹാഫ് ഇൻറ്റു AC ഇൻറ്റു ഹൈറ്റ് ഏതാണ്? BO അല്ലേ ഹൈറ്റ്? അല്ലെങ്കിൽ OB അല്ലേ ഹൈറ്റ്? ഹാഫ് ഇൻറ്റു AC ഇൻറ്റു OB. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് നോക്കി. ഇനി ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയയുടെ സം അല്ലേ? നോക്കാം. ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എന്താണ്? ഈ രണ്ട് ഏരിയയും ഇക്വേഷൻ 1ന്റെയും ഇക്വേഷൻ 2ന്റെയും സമ്മ് അല്ലേ? അതല്ലേ ട്രയാങ്കിൾ ADCയുടെ ഏരിയയും ട്രയാങ്കിൾ ABCയുടെ ഏരിയയുടെയും സമ്മാണ് ഏരിയ ഓഫ് ഈ ട്രയാങ്കിൾ ഈ ക്വാഡ്രിലാറ്ററൽ ABCD. ക്വാഡ്രിലാറ്ററൽ ABCയുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയയുടെ സമ്മാണ്. അപ്പൊ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഏരിയ എത്രയാണ്? ഹാഫ് ഇൻറ്റു AC ഇൻറ്റു OD പ്ലസ് സെക്കൻഡ് ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണ്? ഹാഫ് ഇൻറ്റു AC ഇൻറ്റു OB. ഇനി നമ്മൾ ആദ്യമേ ചെയ്ത പോലെ ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള ടേംസ് എല്ലാം നമുക്ക് പുറത്തെടുത്താലോ. അതിനകത്ത് കോമൺ ആയിട്ട് ഏതൊക്കെയുണ്ട്? ഹാഫ് കോമൺ ആണ്, ഇവിടെയും ഹാഫ് ഉണ്ട്. AC കോമൺ ആണ്, ACയും നമുക്ക് പുറത്തെടുക്കാം. പിന്നെ ഹാഫും AC നമുക്ക് പുറത്തെടുക്കാം. ഇക്വേഷൻ എങ്ങനെ വരും? ഹാഫ് ഇൻറ്റു AC ഇൻറ്റു ബാക്കി ഇവിടെ എന്തുണ്ട്? OD. അപ്പം OD പ്ലസ് ഇവിടെ എന്തുണ്ട് മിച്ചം? OB അല്ലെ? OB അല്ലേ മിച്ചമുള്ളൂ? OD പ്ലസ് OB. കിട്ടിയല്ലോ. ഇനി ഒന്ന് നോക്കിയേ, ഈ OD പ്ലസ് OB എന്ന് പറഞ്ഞാൽ എന്താണ്? OD എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റ് ആണ് OD പ്ലസ് ആ ഹൈറ്റിന്റെ കൂടെ താഴത്തെ OB എന്ന് പറഞ്ഞ ഈ ഹൈറ്റും കൂടെ ആഡ് ചെയ്ത് എന്താ കിട്ടുന്നത്? നമുക്ക് BD എന്ന് പറയുന്ന ആ ലെങ്താ കിട്ടുന്നത് അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു AC ഇൻറ്റു ഏതാണ്? OD പ്ലസ് OB എന്ന് പറഞ്ഞാൽ എന്താണ്? BD അല്ലേ? അപ്പൊ നമ്മള് ഹാഫ് ഇൻറ്റു AC ഇൻറ്റു BD എന്ന് കിട്ടി. ഇനി നോക്കിയേ, ഈ AC എന്താണ്? AC ആ ക്വാഡ്രിലാറ്ററിന്റെ ഒരു ഡയഗണൽ ആണ്. ഈ BD എന്താണ്?
ബി ഡിയും ഈ ക്വാഡ്രിലാറ്ററിന്റെ ഒരു ഡയഗണൽ അല്ലേ? അതെ. അപ്പൊ നമ്മൾ എന്താ പ്രൂവ് ചെയ്തേ? ഈ ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ ഡയഗണൽ പ്രൊഡക്റ്റിന്റെ പകുതിയാണെന്നല്ലേ നമ്മൾ പ്രൂവ് ചെയ്തത് അല്ലേ? നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? ക്വസ്റ്റ്യൻ നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? ഇത് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഗിവൺ ബിലോ? താഴെ തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ഒന്ന് ആലോചിച്ചേ. അതില് രണ്ട് ഇവിടെ സൈഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്, പിന്നെ ഈ ഒരു ആംഗിളും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഞാൻ ഈ ക്വാഡ്രിലാറ്ററിന്റെ പേര് കൊടുക്കുകയാണ് എ ബി സി ഡി എന്ന്. ഓക്കെ, എ ബി സി ഡി, എ ബി സി ഡി ഞാൻ ഈ ക്വാഡ്രിലാറ്ററിന് പേര് കൊടുത്തു. ഇനി ഞാൻ ഒരു ഡയഗണൽ അവിടെ വരയ്ക്കുകയാണ്. നമുക്ക് എന്തൊക്കെ തന്നിരിക്കുന്ന സൈഡ്സ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ആംഗിൾ ഇവിടെ 90 ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലെ? ഈ ആംഗിൾ 90 ഡിഗ്രി അല്ലേ? ആംഗിൾ ബി സി ഡി 90 ഡിഗ്രി ആണല്ലേ തന്നിരിക്കുന്നത്? അതെ. അപ്പം ഞാനൊരു ഈ തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററില് ഒരു ഡയഗണൽ വരയ്ക്കാൻ പോവാണ്. ബിയും ഡിയും ജോയിൻ ചെയ്തുകൊണ്ട് ഞാൻ ഒരു ഡയഗണൽ വരയ്ക്കുന്നു. ഓക്കെ, ബിയും ഡിയും ജോയിൻ ചെയ്തുകൊണ്ട് ഞാൻ ഒരു ഡയഗണൽ വരയ്ക്കുന്നു. ഇപ്പൊ നമുക്ക് ഡയഗണൽ വരച്ചപ്പോൾ നമുക്ക് ഈ ക്വാഡ്രിലാറ്ററൽ എങ്ങനെയായി? രണ്ട് ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ആയി അല്ലെ? രണ്ട് ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ആയി. മനസ്സിലായല്ലോ? മനസ്സിലായി. ഇനി ഇതിന്റെ ഈ ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണ്ടേ? ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ച് അത് തമ്മിൽ ആഡ് ചെയ്താൽ മതി അല്ലെ? ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ട്രയാങ്കിൾ നമുക്ക് നോക്കാം. ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ എന്താ നമുക്ക് വേണ്ടത്? ഈ ട്രയാങ്കിളിന്റെ ഇതൊരു ഫസ്റ്റ് ട്രയാങ്കിൾ, കൺസിഡർ ട്രയാങ്കിൾ ബി ഡി സി. ട്രയാങ്കിൾ ബി ഡി സി കൺസിഡർ ചെയ്തേ. ട്രയാങ്കിൾ ബി ഡി സിക്ക് അത് എന്ത് തന്നിട്ടുണ്ട്? ബേസും തന്നിട്ടുണ്ട്, ഹൈറ്റും തന്നിട്ടുണ്ട്. അതുകൂടാതെ അതിന്റെ ഹൈപ്പോട്ടനൂസ് ബി ഡി ആണെന്ന് നമുക്കറിയാം. ഈ ഹൈപ്പോട്ടനൂസ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അതായത് ഫസ്റ്റ് ട്രയാങ്കിൾ ബി സി ഡിയുടെ ഏരിയ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. കാരണം എന്താ? നമുക്ക് ബേസും അറിയാം, ഹൈറ്റും അറിയാം. അപ്പൊ ഏരിയ ഹാഫ് ബി എച്ച് ആണെന്ന് നമുക്കറിയാം. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രയാങ്കിൾ എ ബി ഡിയുടെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആ ട്രയാങ്കിൾ എ ബി ഡിയുടെ ഏരിയ കൂടെ കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ കിട്ടുമല്ലോ. ഓക്കെ, അപ്പൊ ആ ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ കിട്ടാൻ വേണ്ടി ട്രയാങ്കിൾ എ ബി ഡിയുടെ ഏരിയ കണ്ടുപിടിക്കണം. എ ബി ഡിയുടെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടേ? ബേസും വേണം, ഹൈറ്റും വേണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ബേസ് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ഫസ്റ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ട്രയാങ്കിൾ ബി ഡി സി എന്ന് പറയുന്ന ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. അതിന്റെ ബേസ് ആണല്ലോ, അല്ല അതിന്റെ ഹൈപ്പോട്ടനൂസ് ആണല്ലോ സെക്കൻഡ് ട്രയാങ്കിൾ എ ബി ഡിയുടെ ബേസ് ആയിട്ട് വരുന്നത്. അതെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഹൈപ്പോട്ടനൂസ് കണ്ടുപിടിക്കണം. നമുക്ക് എങ്ങനെ അതിന്റെ ഹൈപ്പോട്ടനൂസ് കണ്ടുപിടിക്കാം? രണ്ട് സൈഡ് തന്നിട്ടുണ്ട്, അതിന്റെ ഹൈപ്പോട്ടനൂസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്നാ വേണ്ടേ? നമുക്ക് നോക്കാം. ബി ഡി സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്കറിയാം. പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ബി ഡി സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു ബി സി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ അല്ലെ? ബി സി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർഡ് അല്ലെ? അപ്പം ബി സി സ്ക്വയർഡ് എത്രയാണ്? ബി സി എത്രയാണ്? 16. 16 സ്ക്വയർഡ് പ്ലസ് ഡി സി എത്രയാണ്? സി ഡി 12 സ്ക്വയർ അല്ലെ? 16ന്റെ സ്ക്വയർ എത്രയാണ്? 16ന്റെ സ്ക്വയർ 256 അല്ലെ? 256 അല്ലേ? അതെ. 12 സ്ക്വയർഡ് എത്രയാണ്? 144. 256 പ്ലസ് 144 എത്രയാണ്? നോക്കിയേ, 400. അപ്പം ബി ഡി സ്ക്വയർഡ് എന്ന് പറഞ്ഞാൽ 400 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ബി ഡി എന്താണ്? ബി ഡി ഈസ് ഈക്വൽ ടു √400 അല്ലെ? √400 എത്രയാണ്? 20. ബി ഡി നമുക്ക്, അപ്പൊ ഈ ലെങ്ത് ബി ഡി എന്ന് പറയുന്ന ലെങ്ത് നമുക്ക് 20 എന്ന് കിട്ടി ഇല്ലേ? ബി ഡി എന്ന് പറയുന്ന ലെങ്ത് നമുക്ക് 20 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഇനി നമുക്ക് ഈ ട്രയാങ്കിൾ എ ബി ഡിയുടെ ഹൈറ്റ് കണ്ടുപിടിക്കണം അല്ലെ? ഈ ട്രയാങ്കിൾ എ ബി ഡി ഒന്ന് കൺസിഡർ ചെയ്തേ. ട്രയാങ്കിൾ എ ബി ഡി ഒന്ന് കൺസിഡർ ചെയ്താൽ ഞാൻ ആ ട്രയാങ്കിൾ എ ബി ഡി ഞാൻ ഇങ്ങോട്ടൊന്ന് വരയ്ക്കുകയാണ്. കറക്റ്റ് അല്ല, എന്നാൽ ഏകദേശം ഇങ്ങനെയല്ലേ ട്രയാങ്കിൾ എ ബി ഡി ഇരിക്കുന്നത്? ഓക്കെ, ഞാൻ ഈ ട്രയാങ്കിൾ എ ബി ഡി ട്രയാങ്കിൾ
എ ബി ഡി ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കുന്നത്. ഏകദേശം ഇതുപോലെ തന്നെയല്ലേ ഈ ട്രയാങ്കിൾ എ ബി ഡി ഇരിക്കുന്നത്. ഇതിന്റെ രണ്ട് സൈഡ് നമുക്കറിയാം, 26ഉം 26ഉം നമുക്കറിയാം. 26 26. അപ്പൊ ഇത് എന്ത് തരം ട്രയാങ്കിൾ ആണ്? ഈ ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആണ്? ട്രയാങ്കിൾ എ ബി ഡി എന്ന് പറയുന്നത് ഒരു ഐസോസലസ് ട്രയാങ്കിൾ ആണ്. എന്തുകൊണ്ടാ? ബി എയും എ ഡിയും സൈഡ്സ് ബി എയും എ ഡിയും ഈക്വൽ ആണ്. ഓക്കെ, അതുകൊണ്ട് ഇതൊരു ഐസോസലസ് ട്രയാങ്കിൾ ആണ്. അപ്പം ഇതിന്റെ വെർട്ടെക്സ് എയിൽ നിന്ന് ഞാൻ ബി ഡി എന്ന് പറയുന്ന സൈഡിലേക്ക് ഞാൻ ഒരു പെർപെൻഡിക്കുലർ വരച്ചാല് ഈ ബി ഡിയെ പെർപെൻഡിക്കുലർ ബൈസെക്ട് ചെയ്യും അല്ലെ? അതായത് നമുക്ക് ബി ഡി എത്രയാണെന്നറിയാം, ബി ഡി നമുക്ക് 20 ആണെന്നറിയാം. അപ്പം എയിൽ നിന്ന് ബി ഡിയിലേക്ക് ഞാനൊരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ടെങ്കിൽ ആ പെർപെൻഡിക്കുലർ ബി ഡി എന്ന് പറയുന്ന സൈഡിനെ ബൈസെക്ട് ചെയ്യും. അപ്പം അങ്ങനെ ബി ഡി എന്ന് പറയുന്ന ഇതിന് ഞാൻ ഈ പോയിന്റിനെ ഞാൻ ഒ എന്ന് എടുത്തു. അപ്പം ഇത് ടോട്ടൽ ബി ഡി 20 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ബി ഒ എത്രയാകും? ബി ഒ 10 സെന്റിമീറ്ററും ഒ ഡി 10 സെന്റിമീറ്റർ ആവും അല്ലെ? 10 10 ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുമല്ലേ ആ സൈഡിനെ? അതെ. അപ്പം നമുക്ക് എന്ത് കിട്ടി? ബി ഒയും കിട്ടി, ഒ ഡിയും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടേ? ഈ ഹൈറ്റാ വേണ്ടേ. അപ്പൊ ഞാൻ ഇതിനകത്ത് ഈ ഒരു ട്രയാങ്കിൾ എ ഒ ഡി എന്ന് പറയുന്ന ഇതിനകത്ത്, ഇത് റൈറ്റ് ആംഗിളിലല്ലേ, ഇതിനകത്തെ റൈറ്റ് ആംഗിൾ, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് മാത്രം ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നു. അതായത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ഒ ഡി, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എ ഒ ഡി എടുക്കുന്നു. അതിന്റെ ഈ ഒരു സൈഡ് എത്രയാണെന്ന് അറിയാം? 26 സെന്റിമീറ്റർ ആണെന്നറിയാം. ഈ ഒ ഡി 10 സെന്റിമീറ്റർ ആണെന്നും അറിയാം. അങ്ങനെയാണെങ്കിൽ ഒ എ എത്രയാണ്? അതായത് ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ് നോക്കിയേ. ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിക്കാം അല്ലേ? ഉപയോഗിക്കാം. അപ്പൊ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എത്രയാണ്? നമുക്ക് ഹൈപ്പോട്ടനസ് അറിയാം, ബേസും അറിയാം. അപ്പം ഹൈപ്പോട്ടനസ് സ്ക്വയറിൽ നിന്ന് ബേസിന്റെ സ്ക്വയർ കുറയ്ക്കണം അല്ലെ? അതായത് 26 സ്ക്വയർ മൈനസ് 10 സ്ക്വയർ. 26 സ്ക്വയർ എത്രയാണ്? 676. 10 സ്ക്വയർ എത്രയാണ്? 100. 676 നിന്ന് 100 പോയാൽ 576. അപ്പൊ ഓൾട്ടിറ്റ്യൂഡ്, ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ ആണ് 576. അപ്പം ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 576. റൂട്ട് ഓഫ് 576 എത്രയാണ്? നമുക്കറിയാം റൂട്ട് ഓഫ് 576 എന്ന് പറഞ്ഞാൽ 24 ആണ് നമുക്കറിയാം അല്ലെ? അപ്പം ഈ ഹൈറ്റ് 24 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ ഇനി മെയിൻ ഫിഗറിലോട്ട് ഇതെല്ലാം ഒന്ന് വരയ്ക്കാം. ഞാൻ ഇവിടെ എന്താ വരച്ചത്? ബി ഡിക്ക് എയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ആ ലൈൻ അതിനെ ഒ എന്ന് കൊടുക്കുന്നു. ഇത് 10 സെന്റിമീറ്റർ ആയിരിക്കും, ഇതും 10 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പം അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഈ ഒ എ, ഈ ഓൾട്ടിറ്റ്യൂഡ് ഒ എ എത്രയാ നമുക്ക് കിട്ടിയത്? ഒ എ 24 എന്നും കിട്ടി. ഓക്കെ, ഒ എ 24 എന്നും കിട്ടി. ഇത്രയും ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടിയില്ലേ? ആദ്യത്തെ ട്രയാങ്കിൾ ബി ഡി സിയില് നമുക്ക് ഹൈറ്റ് അറിയാം, ബേസും അറിയാം. അപ്പൊ അവിടെ നമുക്ക് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ട്രയാങ്കിൾ എ ബി ഡിയുടെ നമ്മൾ അതിന്റെ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചു, ബേസും നമുക്കറിയാം 20 എന്ന് നമുക്കറിയാം. അപ്പൊ അവിടെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുമല്ലേ? ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് 24 എന്നും കിട്ടി. അപ്പൊ ഞാൻ എല്ലാം ഇതിലോട്ടൊന്ന് വരച്ചു. അതായത് നമുക്ക് നമ്മുടെ മെയിൻ ഫിഗറിലോട്ട് എല്ലാം നമ്മൾ വരച്ചു. ഓൾട്ടിറ്റ്യൂഡ് ട്രയാങ്കിൾ ബി ഡി സിയുടെ ഹൈപ്പോട്ടന്യൂസ്, അതായത് ബി ഡി നമുക്ക് 20 എന്ന് കിട്ടി. അതുപോലെ തന്നെ സെക്കൻഡ് ട്രയാങ്കിൾ എ ബി ഡിയുടെ ബേസ് 20 നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഹൈറ്റ് നമുക്ക് 24 എന്നും കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ ബി ഡി സി. നമുക്ക് ട്രയാങ്കിൾ ബി ഡി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അതിന്റെ ഏരിയ എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി സി എന്ന് പറയുന്നത് എന്താണ്? ബി ഡി സി എന്താണ്? ഹാഫ് ബി എച്ച്. അതായത് ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? ബേസ് 16 സെന്റിമീറ്ററും ഹൈറ്റ് 12 സെന്റിമീറ്ററും ആണ്. കാരണം അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, നമുക്കത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം
ബേസ് 16 ഇൻറ്റു 12. ഹാഫ് ഇൻറ്റു 16 ഇൻറ്റു 12 എത്രയാണ്? ഹാഫ് ഇൻറ്റു 16 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ 96 സ്ക്വയർ സെന്റിമീറ്റർ. 96 സ്ക്വയർ സെന്റിമീറ്റർ. അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുക്കാം. ഇനി അടുത്ത ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. കൺസിഡർ ട്രയാങ്കിൾ. ഏതാണ് ട്രയാങ്കിൾ? ട്രയാങ്കിൾ എ ബി ഡി. നമ്മളിവിടെ കണ്ടുപിടിച്ചില്ലേ എ ബി ഡി. ട്രയാങ്കിൾ എ ബി ഡി കൺസിഡർ ചെയ്താൽ അതിന്റെ ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് 24, ബേസ് 20. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എ ബി ഡി കൺസിഡർ ചെയ്തു. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അതായത് ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ് നമുക്ക് കിട്ടിയത്? 20. ഹൈറ്റ് എത്രയാണ് കിട്ടിയത് നമുക്ക്? ഹൈറ്റ് നമുക്ക് കിട്ടിയത് 24. അപ്പം ഹാഫ് ഇൻറ്റു 20 ഇൻറ്റു 24. ഹാഫ് ഇൻറ്റു 20 ഇൻറ്റു 24 എത്രയാണ്? 240 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ? 240 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി എന്താണ് നമ്മൾ കണ്ടത്? ഈ ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ ബി ഡി സിയുടെ ഏരിയ പ്ലസ് ട്രയാങ്കിൾ എ ബി ഡിയുടെ ഏരിയ. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി സി പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി അല്ലേ? അതെ. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി സി എത്രയാണ്? ബി ഡി സി 96 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പം 96 പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി എത്രയാണ്? എ ബി ഡി 240 സ്ക്വയർ സെന്റിമീറ്റർ അല്ലേ? അതെ. അപ്പം 96 പ്ലസ് 240. 96 പ്ലസ് 240 എത്രയാണ്? 336 സ്ക്വയർ സെന്റിമീറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്ന ഈ ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ. ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ എത്രയാണ്? 336 സ്ക്വയർ സെന്റിമീറ്റർ. ഓക്കെ, മനസ്സിലായല്ലോ? ഈ പ്രോബ്ലം ക്ലിയർ ആയില്ലേ? അപ്പം ഇതുപോലെയുള്ള പ്രോബ്ലം നമുക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറും സ്ക്വയർ റൂട്ടും നിങ്ങൾ മനഃപ്പാഠമായിട്ടിരിക്കുന്നത് നല്ലതായിരിക്കും. അതാകുമ്പോൾ നമുക്ക് അധികം സമയം കളയേണ്ട ആവശ്യം വരില്ല. ഇതുപോലുള്ള പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പം 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറും സ്ക്വയർ റൂട്ടും ഒന്ന് പഠിച്ചു വെക്കുക. അതുണ്ടെങ്കിൽ ഈ പ്രോബ്ലം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്ര നമുക്ക് മനസ്സിലായല്ലോ? നമുക്ക് തന്നിരിക്കുന്ന ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ കണ്ടുപിടിച്ച് എത്രയാ? 336 സ്ക്വയർ സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് നമ്മൾ പഠിച്ചത്? ഏരിയ ഓഫ് ഒരു ജനറൽ ക്വാഡ്രിലാറ്ററിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ അല്ലെ? ഏരിയ ഓഫ് എ ജനറൽ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ഇൻറ്റു പ്രൊഡക്റ്റ് ഓഫ് ഡയഗണൽസ് ആൻഡ് the sum of product of the diagonal and the sum of the perpendicular distances from the opposite vertices to the diagonal. അതായത് ഹാഫ് ഇൻറ്റു ഡി ഇൻറ്റു h1 പ്ലസ് h2 ആണ് നമുക്ക് കിട്ടി. എന്തല്ലേ നമ്മൾ ഇന്ന് പഠിച്ചത്? ഓക്കെ, ഇത്രയും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. Manorama Horizon, learning made simple.